JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം LD ടൈപ്പിസ്റ്റ്, അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് നടക്കുന്ന LD ടൈപ്പിസ്റ്റിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിവിധ കമ്പനി കോർപ്പറേഷനുകളിലെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 തസ്തികകളിലേക്ക് നടക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ കോച്ചിങ് ക്ലാസ്സുകൾ, അതായത് ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയുള്ള പുതിയ കോച്ചിങ് ക്ലാസ്സുകൾ, ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിലവിലുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഈ ക്ലാസ്സുകൾ കാണണമെന്ന് മാത്രമല്ല, പുതുതായിട്ട് ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് എങ്കിൽ ഇതിനുവേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് എങ്കിൽ അവരോടെല്ലാം പറഞ്ഞ് നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറയണം. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സുകൾ ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് അവസാനമാകുമ്പോഴത്തേക്ക് നമുക്ക് പരീക്ഷ എടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടോപ്പ് ലെവലിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 മാസത്തോളം ഉള്ളൂ ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക്. അതിനുള്ളിൽ നമുക്ക് പരീക്ഷ വരുമെന്ന് പ്രതീക്ഷിക്കാം. LD ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ഒക്കെ എക്സാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ആ സാഹചര്യത്തിൽ നമ്മൾ ഇപ്പം തുടങ്ങിയാൽ മാത്രമേ നമ്മൾ ആ പരീക്ഷ വരുന്ന സമയത്ത് നമ്മൾ ഒരു നല്ലൊരു ലെവലിൽ എത്തിച്ചേർന്ന് നമുക്ക് നല്ല ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ നേരത്തെ ക്ലാസ് ആരംഭിച്ചത്. അതുകൊണ്ട് എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും ആദ്യം തൊട്ട് ക്ലാസ് കാണണം. അതായത് നമ്മൾ ഇടയ്ക്ക് വെച്ച് ക്വിറ്റ് ചെയ്ത് പുറത്തു പോകാതെ ആ ക്ലാസ് തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ഇത് കൃത്യമായിട്ട് കാണണം. അതുപോലെ തന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം കൃത്യമായിട്ട് തന്നെ കാണണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. LD ടൈപ്പിസ്റ്റ് 298/2021, ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 608/2021 ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്രാഷ് കോഴ്സ് ആണ്. അപ്പോൾ ടോപ്പിക് വൈസ് ക്ലാസ്സിൽ ഇന്ന് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പഠിക്കാനുള്ളത്. അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിട്ടാണ് ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കമ്പ്യൂട്ടർ ലോജിക്കൽ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ബൈ ഡാഷ്. അതായത് ഈ കമ്പ്യൂട്ടറിലെ ലോജിക്കൽ പ്രവർത്തനങ്ങള് ഡാഷിലാണ് മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കൺട്രോൾ യൂണിറ്റ്, ഓപ്ഷൻ ബി ALU, ഓപ്ഷൻ സി പ്രൈമറി മെമ്മറി, ഓപ്ഷൻ ഡി CPU. ഇൻ കമ്പ്യൂട്ടർ ലോജിക്കൽ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ബൈ ALU. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The brain of a computer system is a dash. അതായത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ തലച്ചോറാണ് ഡാഷ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, ഓപ്ഷൻ ബി സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, ഓപ്ഷൻ സി പെരിഫറൽ ഡിവൈസസ്, ഓപ്ഷൻ ഡി കൺട്രോൾ യൂണിറ്റ്. ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ്, ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. An input device that interprets pencil/pen marks on paper media is a dash. അതായത് പേപ്പർ മീഡിയയില് പെൻസിൽ പേന അടയാളങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ഓപ്ഷൻ ബി പഞ്ച് കാർഡ് റീഡർ, ഓപ്ഷൻ സി ഒപ്റ്റിക്കൽ സ്കാനേഴ്സ്, ഓപ്ഷൻ ഡി പ്ലോട്ടേഴ്സ്. ആൻ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് ഇന്റർപ്രറ്റ് പെൻസ് മാർക്സ് ഓൺ പേപ്പർ മീഡിയ ഈസ്, ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. അടുത്ത ക്വസ്റ്റ്യൻ. കോഡ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക് മാർക്സ് ഓഫ് various thickness which may be optically read is known as dash. അതായത് ഈ ഒപ്റ്റിക്കലായി വായിക്കാൻ കഴിയുന്ന വിവിധ കട്ടിയുള്ള പ്രകാശവും ഇരുണ്ടതുമായ അടയാളങ്ങള് അടങ്ങുന്ന കോഡുകൾ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓപ്പറാൻഡ്, ഓപ്ഷൻ ബി ബാർകോഡ്, ഓപ്ഷൻ സി ഡീകോഡർ, ഓപ്ഷൻ ഡി OP കോഡ്. കോഡ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക് മാർക്സ് ഓഫ് വേരിയസ് തിക്നെസ് വിച്ച് മേ ബി ഒപ്റ്റിക്കലി റീഡ് ഈസ് നോൺ ആസ് ഡാഷ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ബാർകോഡ്. അടുത്ത ക്വസ്റ്റ്യൻ.
ദ ബ്രെയിൻ ഓഫ് എനി കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് എ ഡാഷ്. അതായത് ഏതൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെയും തലച്ചോറാണ് ഡാഷ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മെമ്മറി, ഓപ്ഷൻ ബി പെരിഫറൽ യൂണിറ്റ്, ഓപ്ഷൻ സി CPU, ഓപ്ഷൻ ഡി കൺട്രോൾ യൂണിറ്റ്. ദ ബ്രെയിൻ ഓഫ് എനി കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ്, ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, CPU. അടുത്ത ക്വസ്റ്റ്യൻ. The resolution of a monitor is governed by the dash. അതായത് ഒരു മോണിറ്ററിന്റെ റെസൊല്യൂഷൻ നിയന്ത്രിക്കുന്നത് ഡാഷ് ആണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സൈസ് ഓഫ് ദ സ്ക്രീൻ, ഓപ്ഷൻ ബി കോസ്റ്റ് ഓഫ് ദ മോണിറ്റർ, ഓപ്ഷൻ സി കോൺട്രാസ്റ്റ് ഓഫ് ദ പിക്സൽസ് ഓൺ ദ സ്ക്രീൻ, ഓപ്ഷൻ ഡി നമ്പർ ഓഫ് പിക്സൽസ്. ദ റെസൊല്യൂഷൻ ഓഫ് എ monitor is governed by the, ഓപ്ഷൻ ഡി ആണ് ആൻസർ, നമ്പർ ഓഫ് പിക്സൽസ്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ, ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ചോദ്യങ്ങളെല്ലാം തന്നെ വിവിധ PSC പരീക്ഷകളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. ഇത് നമ്മുടെ ടോപ്പിക്കിൽ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് നമ്മുടെ ടോപ്പിക്കിൽ വരുന്നതാണ്. അതുകൊണ്ട് ടോപ്പിക് വൈസ് ക്ലാസ്സിൽ നമ്മൾ നിലവില് PSC പരീക്ഷകളിൽ ആവർത്തിച്ചിട്ടുള്ള വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ പ്രിന്റർ ഈസ് ദ കൈൻഡ് ഓഫ് ഡിവൈസ്. അതായത് ഒരു പ്രിന്റർ എന്നത് ഒരു തരം ഡാഷ് ഉപകരണമാണ്. ഓപ്ഷൻ എ ഇൻപുട്ട്, ഓപ്ഷൻ ബി വേർഡ് പ്രോസസിംഗ്, ഓപ്ഷൻ സി പ്രോസസിംഗ്, ഓപ്ഷൻ ഡി ഔട്ട്പുട്ട്. എ പ്രിന്റർ ഈസ് ദ കൈൻഡ് ഓഫ് ഡിവൈസ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഔട്ട്പുട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു ഔട്ട്പുട്ട് ഉപകരണം? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡിജിറ്റൽ ക്യാമറ, ഓപ്ഷൻ ബി ബാർകോഡ് റീഡർ, ഓപ്ഷൻ സി പ്ലോട്ടർ, ഓപ്ഷൻ ഡി ടച്ച് സ്ക്രീൻ. ഏതാണ് വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്? ഓപ്ഷൻ സി ആണ് ആൻസർ, പ്ലോട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is not related to a computer monitor? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് ഈ കമ്പ്യൂട്ടർ മോണിറ്ററുമായി ബന്ധമില്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ VDU, ഓപ്ഷൻ ബി പ്ലാസ്മ ഡിസ്പ്ലേ, ഓപ്ഷൻ സി പോയിന്റിംഗ് ഡിവൈസസ്, ഓപ്ഷൻ ഡി CRT. Which of the following is not related to a computer monitor? ഓപ്ഷൻ സി ആണ് ആൻസർ, പോയിന്റിംഗ് ഡിവൈസസ്. അടുത്ത ക്വസ്റ്റ്യൻ. Dash is an input device commonly available in laptops. അതായത് ഈ ലാപ്ടോപ്പുകളിൽ സാധാരണയായി ലഭ്യമായ ഒരു ഇൻപുട്ട് ഉപകരണമാണ് ഡാഷ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ട്രാക്ക് ബോള്, ഓപ്ഷൻ ബി ടച്ച് പാഡ്, ഓപ്ഷൻ സി ടച്ച് സ്ക്രീന്, ഓപ്ഷൻ ഡി ജോയ്സ്റ്റിക്ക്. ഡാഷ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് commonly available in laptops. ഓപ്ഷൻ ബി ആണ് ആൻസർ, ടച്ച് പാഡ്. അടുത്ത ക്വസ്റ്റ്യൻ. Which technology is used in a CD-ROM drive? അതായത് CD-ROM ഡ്രൈവില് ഏത് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മെക്കാനിക്കൽ, ഓപ്ഷൻ ബി ഇലക്ട്രോമെക്കാനിക്കൽ, ഓപ്ഷൻ സി ഒപ്റ്റിക്കൽ, ഓപ്ഷൻ ഡി ഫൈബർ ഒപ്റ്റിക്കൽ. വിച്ച് ടെക്നോളജി ഈസ് യൂസ്ഡ് ഇൻ എ CD-ROM ഡ്രൈവ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഒപ്റ്റിക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ. An optical input device that interprets pencil marks on paper media is a dash. അതായത് പേപ്പർ മീഡിയയിലെ പെൻസിൽ അടയാളങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഉപകരണം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മാഗ്നറ്റിക് ടേപ്പ്, ഓപ്ഷൻ ബി പഞ്ച് കാർഡ് റീഡർ,
Option C, optical scanners. Option D, OMR, an optical input device that interprets pencil marks on paper media is. Option D and answer OMR. During program execution, all arithmetic calculations and comparisons are performed by the dash of the computer system. അതായത് ഈ പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് എല്ലാ ഗണിത കണക്കുകൂട്ടലുകളും താരതമ്യങ്ങളും കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഡാഷ് ആണ് നടത്തുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഔട്ട്പുട്ട് യൂണിറ്റ്, ഓപ്ഷൻ ബി കൺട്രോൾ യൂണിറ്റ്, ഓപ്ഷൻ സി ALU, option D memory. During program execution, all arithmetic calculations and comparisons are performed by the dash of the computer system. Option C and answer ALU. Which of the technology is mostly used in banking industry? അതായത് ഈ ബാങ്കിംഗ് വ്യവസായത്തില് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ബാർകോഡ് റീഡർ, ഓപ്ഷൻ ബി OCR, ഓപ്ഷൻ സി OMR, ഓപ്ഷൻ ഡി MICR. വിച്ച് ഓഫ് ദ ടെക്നോളജി ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ബാങ്കിംഗ് ഇൻഡസ്ട്രി? ഓപ്ഷൻ ഡി ആണ് ആൻസർ MICR. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following does not contribute to the speed of a computer? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിന്റെ വേഗത വർദ്ധിപ്പിക്കാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി LED മോണിറ്റർ, ഓപ്ഷൻ സി പ്രോസസർ, ഓപ്ഷൻ ഡി ബസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ speed of a computer? Option B and answer LED monitor. Other question. Which of the following is not an output device? അതായത് ഈ ഒരു ഔട്ട്പുട്ട് ഉപകരണത്തിന്റെ ഇനി പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പ്ലോട്ടർ, ഓപ്ഷൻ ബി സ്കാനർ, ഓപ്ഷൻ സി ഫുൾ സ്ക്രീന്, ഓപ്ഷൻ ഡി ടച്ച് സ്ക്രീന്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ സ്കാനർ. അടുത്ത ക്വസ്റ്റ്യൻ. റെസൊല്യൂഷൻ ഓഫ് എ മോണിറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡാഷ്. അതായത് ഒരു മോണിറ്ററിന്റെ റെസൊല്യൂഷൻ ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ആസ്പെക്ട് റേഷ്യോ, ഓപ്ഷൻ ബി സൈസ് ഓഫ് ദ സ്ക്രീന്, ഓപ്ഷൻ സി നമ്പർ ഓഫ് പിക്സൽസ്, ഓപ്ഷൻ ഡി റിഫ്രഷ് റേറ്റ്. റെസൊല്യൂഷൻ ഓഫ് എ മോണിറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ദ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ നമ്പർ ഓഫ് പിക്സൽസ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ടു മെയിൻ കമ്പോണൻസ് ഓഫ് ദ CPU? അതായത് ഇനി പറയുന്ന ഏതാണ് CPU-ലെ പ്രധാന ഘടകങ്ങൾ? ഓപ്ഷൻ എ കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്, ഓപ്ഷൻ ബി രജിസ്റ്റേഴ്സ് ആൻഡ് മെയിൻ മെമ്മറി, ഓപ്ഷൻ സി കൺട്രോൾ യൂണിറ്റ് ആൻഡ് ALU, ഓപ്ഷൻ ഡി ALU ആൻഡ് ബസ്. ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ടു മെയിൻ കമ്പോണൻസ് ഓഫ് ദ CPU? ഓപ്ഷൻ സി ആണ് ആൻസർ കൺട്രോൾ യൂണിറ്റ് ആൻഡ് ALU. അടുത്ത ക്വസ്റ്റ്യൻ. The resolution of a computer monitor is determined by dash. അതായത് ഒരു കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ റെസൊല്യൂഷൻ നിർണ്ണയിക്കുന്നത് ഓപ്ഷൻ എ ദ സൈസ് ഓഫ് ദ സ്ക്രീന്, ഓപ്ഷൻ ബി കോസ്റ്റ് ഓഫ് ദ സ്ക്രീന്, ഓപ്ഷൻ സി നമ്പർ ഓഫ് പിക്സൽസ് ഓൺ ദ സ്ക്രീന്, ഓപ്ഷൻ ഡി കോൺട്രാസ്റ്റ് ഓഫ് ദ പിക്സൽസ് ഓൺ ദ സ്ക്രീന്. ദ റെസൊല്യൂഷൻ ഓഫ് എ കമ്പ്യൂട്ടർ മോണിറ്റർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഓപ്ഷൻ സി ആണ് ആൻസർ നമ്പർ ഓഫ് പിക്സൽസ് ഓൺ ദ സ്ക്രീന്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is an impact printer? ഇനി പറയുന്നവൽ ഏതാണ് ഒരു ഇമ്പാക്ട് പ്രിന്റർ? ഓപ്ഷൻ എ ലേസർ പ്രിന്റർ, ഓപ്ഷൻ ബി ഇങ്ക്ജെറ്റ് പ്രിന്റർ, ഓപ്ഷൻ സി ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഓപ്ഷൻ ഡി ദ തെർമൽ പ്രിന്റർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇമ്പാക്ട് പ്രിന്റർ? ഓപ്ഷൻ സി ആണ് ആൻസർ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.